തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു 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 സമയമാണ്. ഇനിയിപ്പോൾ അകൽച്ചയിലായിരിക്കുന്ന ദമ്പതികൾ വരെ ചേരാനുള്ള സമയവും നമുക്ക് പറയാൻ പറ്റും. മകരം രാശിക്കാർ ശ്രദ്ധിക്കട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. 6ലെ ശനി ആനയെ വാങ്ങിക്കും എന്ന് പറയുന്നുണ്ട്. ആന എന്ന് പറയുമ്പോൾ ഇനി ലിറ്ററലി ആനയെ ലഭിച്ചില്ലല്ലോ എന്ന് പറയരുത്, ആഗ്രഹമാണ്. 7ര ശനി കഴിഞ്ഞു വരുന്ന രാശിക്കാരാണല്ലോ ഈ മകരം രാശിക്കാർ. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ മനുഷ്യൻ ജീവിക്കാൻ പഠിക്കുകയാണ് 7ര ശനി. വൈവിധ്യം ചേർന്നതാണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ. കാരണം ഒരു പുസ്തകം, ഒരു റൂൾ, ഇത് തന്നെ എല്ലാവരും കൊണ്ടു നടക്കുക അങ്ങനെയില്ല. സ്ത്രീകളെ വിളക്ക് കത്തിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെയും വിളക്കിനെയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടും പുരുഷന്മാർ വിളക്ക് കത്തിച്ചാൽ വിളക്ക് കത്തും. പക്ഷെ എന്തുകൊണ്ട് സ്ത്രീക്ക് ഇന്ന് ശനി എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ ദോഷമാണ് എന്നുള്ള ആ ഒരു തലത്തിലേക്ക് വ്യാഖ്യാനമൊക്കെ പോയി കഴിഞ്ഞു. മുമ്പത്തെ കാലഘട്ടം 1000 ശിഷ്യന്മാർക്ക് ഒരു ഗുരു, അതായിരുന്നു റേഷ്യോ. ഇന്ന് എല്ലാവരും ഗുരുക്കന്മാരാണ്. നമ്മുടെ മുമ്പിൽ ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട്, പകുതി ഇല്ലല്ലോ. ആ ഇല്ലാത്ത പകുതിയിലാണ് ഇവരുടെ ഫോക്കസ് പോവുക. ഇത്രയും ഉണ്ടല്ലോ, അതിൽ സന്തോഷിക്കുക, അങ്ങനെ അതിൽ നിന്ന് മുന്നോട്ട് പോവുക. തുലാം രാശിക്കാർ പൊതുവെ 2026 എങ്ങനെയായിരിക്കും? തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര 3, 4, ചോതി, വിശാഖം 1, 2, 3 പാദം. അപ്പോൾ പൊതുവെ തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. മുമ്പ് പറഞ്ഞതുപോലെ ലാഭമാണ്, നേട്ടമാണ്. 6ലെ ശനി ആനയെ വാങ്ങിക്കും എന്ന് പറയുന്നുണ്ട്. ഭാഷാ ശ്ലോകമാണ്, നല്ല സെൻസിൽ എടുക്കുക. ആന എന്ന് പറയുമ്പോൾ ഇനി ലിറ്ററലി ആനയെ ലഭിച്ചില്ലല്ലോ എന്ന് പറയരുത്, ആഗ്രഹമാണ്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളല്ല, മോസ്റ്റ് ഓഫ് ദി വിഷസ് എന്ന് നമുക്ക് പറയാം. കുറച്ച് എന്തൊക്കെയാണ് ആഗ്രഹങ്ങളുള്ളത് അതെല്ലാം നടക്കാൻ സാധ്യതയുള്ള ഒരു പീരീഡാണ്. പിന്നെ ഭാഗ്യജീവേ സർവ്വ സൗഭാഗ്യസിദ്ധ്യം എന്ന് 9ലെ വ്യാഴം ഫലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തം ഒരു നല്ല പീരീഡാണ്. ഇനി 10ലേക്ക് സഞ്ചരിക്കുന്നു. ആ കാലഘട്ടം പുതിയ ഒരു പ്രോജക്റ്റ്, പുതിയ ബിസിനസ്, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. തുലാക്കൂറുകാർ പൊതുവെ ബിസിനസ് രംഗമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ കലാരംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം തന്നെ ഒരു ഗുണകരമായ ഒരു കാലഘട്ടമാണ്. ഒരു അവാർഡ്, സ്ഥാനം ലഭിക്കുക എന്നിങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പീരീഡാണ് 2026. ശുഭപ്രതീക്ഷയാണെങ്കിലും അവർ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ എന്നുള്ളത്? തീർച്ചയായിട്ടും. ഇവിടെ തുലാക്കൂറുകാർക്ക് പൊതുവെ ഈ ഒരു 2026-ൽ ശനി, വ്യാഴം അല്ലാതെ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു ബേസ് ചെയ്ത് ഒരു പൊതുവായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് ഏതൊക്കെ ദേവനെ ഉപാസിക്കുന്നത് ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് നന്നാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഹനുമാനെ പ്രത്യേകം സ്മരിക്കേണ്ടതായിട്ടുണ്ട്, ആഞ്ജനേയൻ. അപ്പോൾ ശനിയാഴ്ചകളിൽ ഹനുമാനെ ഭജിക്കുക. ഹനുമാന് എന്താ പറയുക, തുളസി സമർപ്പിക്കാം. ഇല്ലെങ്കിൽ വെറ്റിലമാല. ഇന്ന് വെറ്റിലമാലയൊക്കെ പ്രസിദ്ധമാണ്. വെറ്റില എന്താണോ അതൊക്കെ ആക്ച്വലി ഒരു നിവേദ്യ വസ്തുവായിരുന്നു. ഇന്ന് കഴുത്തിൽ കെട്ടിയിടുന്നു, വടമാല പോലെയാണ്. വടവൃക്ഷത്തിൻ്റെ ഇല ഉപയോഗിച്ചു കൊണ്ട് ചെയ്തിരുന്ന ഒരു വഴിപാട് ഇന്ന് വട വട എന്ന ലെവലിലേക്ക് മാറി. വടവൃക്ഷത്തിൻ്റെ ഇല അത് ഇന്ന് വടയായി. അത് ആരോ ചെയ്തു വെച്ച പണിയാണ്. ഇന്നത് മാറ്റാൻ പറ്റുന്നില്ല. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രം ഇതാകാം, അതിൽ സമ്മതം മൂളായിക രാജൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഒരാൾ തുടങ്ങിയാൽ മതി, ഒരു 5 വർഷം കൊണ്ട് ഇതൊരു നല്ല വരുമാന മാർഗമാണല്ലോ എന്ന് പറഞ്ഞ് അത് തുടങ്ങി. അതിപ്പോൾ പറഞ്ഞിട്ടും തൊണ്ട കീറിയിട്ടൊന്നും ഒരു കാര്യമില്ല, അത് നിർത്താനൊന്നും പറ്റില്ല, അത് കൂടുകയേ ഉള്ളൂ. നാളെ ഇനി പുതിയൊരു ഭക്തൻ എന്ന് പറയും, സമോസമാല ഞാൻ ഭക്തിയോടുകൂടി സമർപ്പിക്കാൻ പോവുകയാണ്, ബോണ്ടാമാല, അത്ഭുതമേ ഉള്ളൂ വന്നില്ലെങ്കിൽ. കാരണം നാളെ അവൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? ഞാൻ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നത് എന്തും ഭഗവാൻ സ്വീകരിക്കുമല്ലോ. ഹനുമാൻ ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. ഹനുമാനെ ഇറങ്ങി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ പറയുമായിരിക്കും, എണ്ണയിൽ പൊരിച്ച ഒരു വസ്തു കഴുത്തിലിട്ടുകൊണ്ട് നന്നായിരിക്കുമോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. എണ്ണയിൽ പൊരിച്ച വസ്തുവാണ്, അതൊരു നിവേദ്യ വസ്തുവാണ്. നിവേദ്യമായിട്ട് ചെയ്ത ശേഷം നിവേദനം ചെയ്തിട്ട് അത് പ്രസാദം സ്വീകരിക്കുക, അതാണ് യുക്തി. നമ്മുടെ ധർമ്മം എല്ലാം തന്നെ യുക്തിപരമായിട്ടുള്ളതാണ്. നമുക്ക് യുക്തിയുണ്ട്. ആ യുക്തി ഇന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ട്. കാര്യത്തിലേക്ക് കടക്കാം. ഹനുമാനെ ഭജിക്കുന്നത് നന്നാവും. അപ്പോൾ ശനിയാഴ്ചകളിൽ ഹനുമാന്റെ അഷ്ടോത്തരമെല്ലാം ജപിക്കാം, ആ ഒരു കാര്യം ചെയ്യാം. എഗെയിൻ ഏകാദശി വ്രതം, 9ാം ഭാവപതി ബുധനാണ്. അപ്പോൾ ഏകാദശി വ്രതം പൂർണ്ണമായിട്ട് നല്ലൊരു ഗുണം ചെയ്യും. ഇതുവരെ അവർ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷമെങ്കിലും ഏകാദശി തുടങ്ങുവാൻ സാധിക്കും. കാരണം 9ൽ വ്യാഴം സഞ്ചരിക്കുന്നു. സത്കർമ്മങ്ങളെല്ലാം ചെയ്യുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ചെയ്യുവാനുള്ള സാഹചര്യവും വന്നു ചേരും എന്നുള്ളതാണ് പ്രത്യേകത.
വൃശ്ചികൻ രാശിയിലേക്ക് വരുമ്പോൾ അവർക്ക് 2025 കുറച്ച് കഷ്ടകാലങ്ങളായിരുന്നല്ലോ. അത് 2026 വരുമ്പോൾ തുടരുകയാണോ അതോ അത് കഴിയുന്നുണ്ടോ? എങ്ങനെയാണ് അവർക്ക്? നല്ല ചോദ്യമാണ്. 2026 വൃശ്ചികക്കൂറുകാർ, വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. വൃശ്ചികക്കൂറുകാർ ആദ്യത്തെ പകുതി വരെ, ജൂൺ മാസം വരെ വ്യാഴം അഷ്ടമത്തിലാണ്, 5-ൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം. പൊതുവെ ഒരു മടി കൂടിയ ഒരു പീരീഡാണ് ഇവർക്ക് ഇങ്ങനെ. കാരണം ഒരുപാട് ഈ ക്ലേശകരമായിട്ട് പണി ചെയ്ത് റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ മനുഷ്യന് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നീങ്ങുവാൻ സാധ്യതയാണ്. കാരണം 5-ൽ ശനി സഞ്ചരിക്കുന്നു, വിവേകം കറക്റ്റായിട്ട് പ്രവർത്തിച്ചെന്ന് വരില്ല, ഇല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങില്ല. പെട്ടെന്ന് ദേഷ്യം വരികയാണ്, കാരണം റിസൾട്ട് കാണുന്നില്ല. ഒരു സാധാരണ ഒരു മനുഷ്യൻ ആരായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പൊതുവെ ആദ്യ പകുതിയിലേക്ക് കുറച്ച് ക്ലേശമുണ്ടെങ്കിലും രണ്ടാമത്തെ പകുതി വളരെ നല്ലതിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ആശ്വാസത്തിന് എന്തായാലും വകുപ്പുണ്ട്. ഭാഗ്യേ ജീവേ സർവ്വ സൗഭാഗ്യ സിദ്ധിം, എല്ലാ ഭാഗ്യങ്ങളും നടക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മടിയൊക്കെ മാറി ഒരു ഉദ്യമത്തോട് ഒരു താല്പര്യം വന്ന് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ റിസൾട്ട് വരികയാണ്. അപ്പോൾ അവിടെ ധനലാഭം, സൗഭാഗ്യങ്ങൾ, ഐശ്വര്യം. ഇനിയിപ്പോൾ ഇവർക്ക് ഇനി കുറച്ച് ഈ പ്രൊമോഷൻ പോലെ ഇനി ജോലിക്ക് വേണ്ടി നോക്കുന്നവർക്ക് ജോലി ലഭിക്കുക, എക്സാംസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സാംസ് ഒക്കെ ആ സമയത്ത് വരികയാണ്, നല്ല റിസൾട്ട് വരും എന്നിങ്ങനെ നല്ല ഫലത്തെ പറഞ്ഞു പോയിട്ടുള്ള ഒരു പീരീഡാണ്. ഒരു തീർച്ചയായിട്ടും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് നീങ്ങുകയാണ് തീർച്ചയായിട്ടും. അപ്പോ അവര് അതിലേക്ക് എത്താൻ വേണ്ടി എന്താണ് അനുഷ്ഠിക്കാനുണ്ട് കർമ്മങ്ങള്, അല്ലെങ്കിൽ ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവും? തീർച്ചയായിട്ടും വൃശ്ചികക്കൂറുകാർ പൊതുവെ കാളി ഭജനം, ദുർഗാ ഭജനം ഇവ പൊതുവെ ഗുണകരമായിരിക്കും അവർ ചെയ്തു കഴിഞ്ഞാൽ. ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം. കുറഞ്ഞ പക്ഷം 11-ാമത്തെ അധ്യായം, കാളിയുടെ അഷ്ടോത്തരം, ഇതെല്ലാം ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ്. 1 രൂപ ചെലവില്ല. ഒരു അഷ്ടോത്തരം ജപിക്കാൻ, ഇതിനോടൊപ്പം പറഞ്ഞു പോരട്ടെ, ഒരു അഷ്ടോത്തരം പൂർണ്ണമായിട്ടും ജപിക്കാനായിട്ട് ഒരു 3 മിനിറ്റ് മതി. സത്യം പറഞ്ഞു 3 മിനിറ്റ് പോലും വേണ്ടി വരില്ല. അത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. നാളെ ഒരു ദുർഗാക്ഷേത്രത്തിൽ പോകുന്നു, നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, ഭഗവതിയുടെ മുമ്പിൽ നമ്മൾ കൈകൂപ്പി ഓട്ടോമാറ്റിക്കായിട്ട് അഷ്ടോത്തരം വരികയാണ്. നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു ഫീലാണ്, ഒരു ഭക്തിയല്ലേ. നമ്മൾ ഇതുവരെ ചെയ്യാതിരുന്ന ഒരു കാര്യമാണ്. സാധാരണ ജനങ്ങളെ ഒന്ന് നോക്കിക്കോളൂ. അവർ ക്ഷേത്രത്തിൽ പോകുന്നു, ദേവിയുടെ മുമ്പിൽ പോവുകയാണ്, നേരെ ചെന്ന് എനിക്ക് അത് തരണേ, ഇത് തരണേ, ഈ കഷ്ടം തരണേ, അതൊക്കെ ഇരുന്നോട്ടെ, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. അവരവരുടെ കഷ്ടങ്ങൾ ഭഗവാന്റെ അടുത്ത് പറയാതെ ഇനിയിപ്പോൾ ആരുടെ അടുത്ത് പറയും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു ശീലിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അഷ്ടോത്തരം ഇല്ലെങ്കിൽ കുറച്ച് ശ്ലോകങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ, ആദ്യം അവരുടെ വായിൽ ആ പ്രാർത്ഥന നാമജപമായിരിക്കും വരിക. അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്, ഒരു ഭക്തി ശ്രദ്ധ കൂടുകയാണ്. അപ്പോൾ ഇതിനെ കരുതിയെങ്കിലും ഈ ഒരു അഷ്ടോത്തരം മുതലായ കുറച്ച് ശ്ലോകങ്ങൾ, ഭദ്രകാളി സ്തുതി, ഇതൊക്കെ കേരളത്തിൽ പ്രസിദ്ധമാണ്. കാരണം കേരളം ശാക്തേയ ഉപാസന വളരെ കൂടിയ ഒരു സ്ഥലമാണ്. കാളി ഉപാസന ഒരുപാട് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഇവർക്ക് വിളക്ക് കത്തിക്കുക, അതായത് ദീപം തെളിയിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെയേറെ ഗുണം ചെയ്യും. ചൊവ്വയും വെള്ളിയും ഒക്കെ കാളിയുടെ മുമ്പിൽ നെയ് വിളക്ക് കത്തിക്കുക. സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വേറെ എണ്ണകൾ ഉപയോഗിക്കരുത്. ധനുരാശിയിലേക്ക് പോകാം. ധനുരാശിക്കാർക്ക് പൊതുവെ 2026 എങ്ങനെയായിരിക്കും? ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, 1-ാം പാദം. ഇവർക്ക് പൊതുവെ ഗുണകരമായ വർഷമാണ് 2026. വ്യാഴം അഷ്ടമത്തിൽ പോയാലും പൊതുവെ എല്ലാ ഗ്രഹങ്ങളും നമ്മൾ നോക്കണമല്ലോ. പൊതുവെ ഒരു ഗുണകരമായ വർഷമാണ്. ഒരു എന്താ പറയുക, ഒരു നിവൃത്തി ലഭിക്കുവാനായിട്ട്, ഒരു നിവൃത്തി ലഭിക്കും എന്നുള്ളതാണ്. വിവാഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് വിവാഹം നടക്കും തീർച്ചയായിട്ടും. മാതാവിന് അരിഷ്ടത പറയാൻ പറ്റുന്ന ഒരു പീരീഡാണ് അമ്മയ്ക്ക്, ഇല്ലെങ്കിൽ മാതൃ തുല്യരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ വേണം എടുക്കാനായിട്ട്. വാഹനത്തിന് കുറേ മെയിൻ്റനൻസ് പണി, റിപ്പയർ ഒക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വാഹനസ്യ വിപത്ത് എന്നൊക്കെ പറയുന്നത്. വിപത്ത് എന്ന് പറയുമ്പോൾ ഉടനെ അത് ആക്സിഡൻ്റ് ആയിട്ട് എടുക്കരുത് ദയവ് ചെയ്ത്. വാഹന സംബന്ധമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകുക, ഒരു ഭയപ്പാടുണ്ടാകുക, അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു വേർഡിൽ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിൽ
പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ശ്രദ്ധിച്ച് വണ്ടിയൊക്കെ ഓടിക്കാം, ആ ഒരു അർത്ഥത്തിൽ അതിനെ കാണുക. പിന്നെ പൊതുവേ ഇപ്പോൾ കേതു ഒക്കെ 9-ലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നമ്മളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് വേണം ധാർമ്മിക കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുവാനായിട്ട്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, ഇന്ന് പോയില്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക് ഇറങ്ങരുത്. കാരണം ആ കണ്ടിന്യൂറ്റി ബ്രേക്ക് ആക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക. റിസർച്ച് രംഗത്ത് നേട്ടങ്ങൾ പറയുന്നുണ്ട്. ആ ഫീൽഡിലുള്ളവർ ഈ PhD ചെയ്യുന്നു, ഇല്ലെങ്കിൽ പ്രോജക്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം, ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടമാണ്. കാരണം അതെല്ലാം സമയത്തിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള സൊല്യൂഷൻ എല്ലാം കിട്ടും. പിന്നെ കിട്ടാക്കടം ലഭിക്കുന്ന ഒരു പീരീഡാണ്. കുറേ കാലം കൊണ്ട് ഒരുത്തൻ പൈസ തരാനുണ്ട് കേട്ടോ, വരുന്നില്ല എന്ന് പറയുകയാണ്. ഇനിയിപ്പം അത് ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു പീരീഡാണ്. ഏതൊക്കെ അമ്പലത്തിലാണ് പ്രത്യേകമായിട്ട് വഴിപാട് നടത്തേണ്ടത്? ശിവനെ ഭജിക്കുക, ഭജിപ്പൂ ശിവനെ തന്നെ നശിപ്പാൻ രോഗമൊക്കവേ എന്ന് പറയുന്നുണ്ട്. ശിവനെ ഭജിക്കേണ്ട കൂറാണ് ധനുക്കൂറുകാർക്ക് ശിവഭജനം. കാരണം 9-ാം ഭാവപതി അഗൈൻ സൂര്യനൊക്കെയാണ്, അർക്കശംഭു. അപ്പോൾ ശംഭു ശിവനെ ഭജിക്കുക, ശംഭു ശൂലപാണിത്യർത്ഥ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവഭജനം. അപ്പോൾ ഇവർ ഗോജാശ്വി കർക്കിമിഥുന സമൃഗ നിശാഖ്യാഹ എന്ന് പറഞ്ഞു. ഈ നിശാരാശിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ നിർമാല്യ ദർശനം ഗുണകരം ചെയ്യും. നിർമാല്യം, അപ്പോൾ ശിവക്ഷേത്രത്തിൽ നിർമാല്യം എടുക്കുക, അത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഇവർക്കൊരു റൊട്ടീനും ഫോം ആകാനുള്ള സാധ്യതയുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഒരു 5-5:30. കേരളത്തിൽ ഇതൊക്കെ വളരെ വലിയൊരു അസറ്റാണ്. ഈ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിലാവും, പുറമേ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അവിടെയൊക്കെ ഈ ക്ഷേത്രങ്ങൾ തുറക്കുന്നത് 7 മണിക്കാണ്, അല്ലെങ്കിൽ 8 മണിക്ക്, തോന്നിയതുപോലെയാണ്. പക്ഷെ കേരളത്തിൽ അത് നമ്മളൊക്കെ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. 5 മണിക്ക് അവർ തുറന്നിരിക്കും. ആരെവിടെ പോയി എങ്ങനെ പോയി എന്നൊന്നും അറിയണ്ട. 5 മണിക്ക് തുറക്കും, ഇല്ലെങ്കിൽ 4 മണിക്ക് തുറക്കും. ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യം തുറക്കുന്ന ക്ഷേത്രവും കേരളത്തിലാണ്. അറിയാമോന്ന് അറിയില്ല, തിരുവാർപ്പ്. ആ ക്ഷേത്രം ലോകത്തിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം നമ്മുടെ സ്വന്തം തിരുവാർപ്പിലാണ്, കൃഷ്ണൻ്റെ അമ്പലം. അപ്പോൾ അവിടെ കോടാലി വരെ വെച്ചിട്ടുണ്ടെന്നാണ്. അത് തുറക്കാൻ പറ്റില്ലെങ്കിൽ അടിച്ച് പൊട്ടിച്ച് തുറക്കണം. അങ്ങനെയുള്ള ഒരു സമ്പ്രദായമാണ് തീർച്ചയായിട്ടും. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈവിധ്യം ചേർന്നതാണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ. കാരണം ഒരു പുസ്തകം, ഒരു റൂൾ, ഇത് തന്നെ എല്ലാവരും കൊണ്ടു നടക്കുക, അങ്ങനെയില്ല. വൈവിധ്യമാർന്നതാണ് സനാതനധർമ്മം. അപ്പം പല രീതിയിലും പല മന്ത്രങ്ങളും പല ദേവതകൾ പല ഭാവങ്ങൾ. അപ്പം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? സ്വാതന്ത്ര്യമില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങാൻ പറ്റില്ല. സെൽഫ് റിയലൈസേഷൻ, ലിബറേഷൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം ആവശ്യമാണല്ലോ. ഭയത്തിൽ നിന്ന് നമുക്ക് ലിബറേഷൻ പറ്റില്ല. സ്വാതന്ത്ര്യം കൊണ്ട് സ്വാതന്ത്ര്യത്തിലൂടെ സ്വതന്ത്രരാകുക എന്നുള്ളതാണല്ലോ. അതല്ലേ കുറച്ചുകൂടി ഒരു അഭികാമ്യമായത്. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ശിവഭജനമാണ്. ശിവകവചം ഇവർ ജപിക്കുന്നത് ഗുണകരമാവും. ശിവന്റെ അഷ്ടോത്തരം ജപിക്കുക, ശിവന് വിളക്ക് കത്തിക്കുക, എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. 7.5 ശനി കഴിഞ്ഞു വരുന്ന രാശിക്കാരാണല്ലോ ഈ മകരം രാശിക്കാർ. അപ്പോൾ അവർക്ക് ഈ 2026 എങ്ങനെയായിരിക്കും? ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്? വളരെ ശരിയായിട്ടാണ് പറഞ്ഞത്. 7.5 ശനി കഴിഞ്ഞു മകരക്കൂറുകാർക്ക്. ഇനി അവർ ഈ കഴിഞ്ഞ 7.5 കൊല്ലം കൊണ്ട് പഠിക്കേണ്ടതെല്ലാം പഠിച്ചു. ജീവിതത്തിൽ എന്താണോ പഠിക്കേണ്ടത് അതെല്ലാം തന്നെ പഠിക്കുന്ന ശനി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 7.5 ശനി. ആ കഷ്ടപ്പാടിലൂടെയാണ് മനുഷ്യൻ പഠിക്കുന്നത്, ഒരുപാട് പഠിക്കും. അങ്ങനെ ഇവരെല്ലാം പഠിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു നേട്ടങ്ങളുടെ ഒരു സമയത്തിലാണ്. അപ്പോൾ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ. ഇത് മകരക്കൂറിൽ വരുന്നു. പൊതുവെ ഒരു ഗുണകരമായ വർഷമാണ്. നമുക്ക് നിവൃത്തി ലഭിക്കുക, ഇനിയിപ്പോൾ അവർക്ക് വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കുക, യാത്രയിലൂടെ ശോഭനമായ യാത്രയിൽ നിന്ന് മംഗളകരമായ നേട്ടങ്ങൾ, ധനലാഭം ഉണ്ടാകുക. അതായത് ഇപ്പോൾ ഇനി വിദേശത്ത് പോവുകയാണ്, ഇനി അവിടെ ജോലി ലഭിക്കണം, അവിടെയുള്ള കാര്യങ്ങൾ നടക്കണം, ബിസിനസ് മീറ്റിങ്ങിന് പോവുകയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പോക്ക് വരവിലൂടെ നടത്തുന്ന കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ, ഇതെല്ലാം തുടങ്ങാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. ഈ രാശിക്കാർ പൊതുവെ മറ്റുള്ളവരുടെ താഴെ നിൽക്കാൻ പൊതുവെ ഇഷ്ടപ്പെടാത്ത ഒരു ആൾക്കാരാണ്. സ്വന്തം കാലിൽ സ്വന്തം ബിസിനസ്, അങ്ങനെ ഉള്ള ഒരു ചിന്താഗതി ഉള്ള ആൾക്കാരാണ്. കാരണം ഇവരുടെ കർമ്മം രാശി തുലാം രാശിയാണ്. അപ്പോൾ അങ്ങനെ പുതിയ കാര്യങ്ങൾ, പുതിയ അഡിഷൻസ് എല്ലാം എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ചെയ്യാൻ പറ്റുന്ന
ഒരു സമയമാണ്. എക്സ്പാൻഷന് പറ്റിയ ഒരു സമയമാണ്. അങ്ങനെ മകരക്കൂറുകാർക്ക് പൊതുവെ ഒരു നല്ല പീരീഡാണ്. ഇവിടെ ഒരു സജഷൻ ഉള്ളത് അഗെയിൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവർക്ക് ഈ ഹാഫ് എം ടി എന്നുള്ളതാണ് ഇവരുടെ ഫോക്കസ് ഉണ്ടാകുക. അതായത് നമ്മുടെ മുമ്പിൽ ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട്, പകുതി ഇല്ലല്ലോ, ആ ഇല്ലാത്ത പകുതിയിലാണ് ഇവരുടെ ഫോക്കസ് പോവുക. അപ്പോൾ എനിക്ക് അങ്ങോട്ട് തരാൻ പറ്റുന്ന സജഷൻ, ഇത്രയും ഉണ്ടല്ലോ അതിൽ സന്തോഷിക്കുക, അങ്ങനെ അതിൽ നിന്ന് മുന്നോട്ട് പോവുക, അതിൽ നിന്ന് ഒന്ന് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഈ രാശിക്കാർക്ക് ഗുണം ചെയ്യും. എല്ലാ രാശിക്കാർക്കും ഗുണം ചെയ്യും, എന്നിരുന്നാലും ഇവരുടെ ഫോക്കസ് എം ടിയിലാണ്. അപ്പോൾ അതൊന്ന് മാറ്റുകയാണെങ്കിൽ അതൊരു നല്ല സജഷൻ ആണെന്ന് തോന്നുന്നു. ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുന്നവർക്ക് നല്ല സമയമാണ്. തീർച്ചയായിട്ടും തുടങ്ങാനുള്ള സാഹചര്യവും നമുക്ക് ലഭിക്കും. ശത്രുക്കളെല്ലാം കുറയുന്ന, ശത്രുപീഠയെല്ലാം കുറയുന്ന ഒരു കാലഘട്ടമാണ്. ഇനിയിപ്പോൾ അകൽച്ചയിലായിരിക്കുന്ന ദമ്പതികൾ വരെ ചേരാനുള്ള സമയവും നമുക്ക് പറയാൻ പറ്റും. മകരം രാശിക്കാർ ശ്രദ്ധിക്കട്ടെ. തീർച്ചയായിട്ടും മകരം രാശിക്കാര് ദർശനം നടത്തേണ്ട അമ്പലങ്ങൾ ഏതൊക്കെയാണ്? അവർക്ക് പൊതുവെ 2026 ഗുണകരമാണ്. ഉമാമഹേശ്വര പ്രീതി ചെയ്യുക, അതായത് ഉമാമഹേശ്വര സ്തോത്രം ജപിക്കുക, ദുർഗയുടെ ക്ഷേത്രങ്ങൾ, ദുർഗാക്ഷേത്രങ്ങൾ ദർശിക്കുക, ശിവക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ ശിവക്ഷേത്രം തിങ്കളാഴ്ച വ്രതം ഗുണം ചെയ്യും. ഇവർ ദുർഗാ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഉത്തമമാണ്. ദുർഗാ അഷ്ടോത്തരം, ദുർഗാ അപരാധ ക്ഷമാപണ സ്തോത്രം എന്നിങ്ങനെ കുറേയുണ്ട്, അത് ജപിക്കുന്നത് ഉത്തമമാണ്. ഉമാമഹേശ്വര സ്തോത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ഇവർക്ക് എല്ലായ്പ്പോഴും ഗുണം ചെയ്യുന്ന ഒന്നാണ് ഉമാമഹേശ്വര സ്തോത്രം. പിന്നെ കനകധാരാ സ്തോത്രം ജപിക്കാം. ഇതെല്ലാവർക്കും ജപിക്കാവുന്ന ശ്ലോകങ്ങളാണ്. ഇന്ന ആള് തന്നെ ജപിക്കണം എന്നൊന്നും പ്രത്യേകിച്ച് എവിടെയും പറയുന്നില്ല. മാനവരാശി മുഴുവനും ജപിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞെന്നേ ഉള്ളൂ. ഇവർ തിങ്കളാഴ്ച വ്രതം ഇരിക്കുന്നത് ഗുണകരമായിരിക്കും. മകരക്കൂറിൽ വേറൊരു വിഷയം കൂടി, മകരക്കൂറുകാർക്ക് പൊതുവെ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുക, നീരിറങ്ങുക, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എരിക്ക് ഒരു നല്ല മരുന്നാണ്. കാരണം ഈ തിരുവോണ നക്ഷത്രക്കാർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് എരിക്കാണ്. ഈ എരിക്ക് നമ്മൾ ശിവന് സമർപ്പിക്കുന്നുണ്ട്. എരിക്കിൻ പൂവൊക്കെ സമർപ്പിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? കണ്ടു കാണും. കാരണം എന്തുകൊണ്ട്? ശിവൻ മുഴുവനും ജലത്തിലാണ്, ഫുൾ ടൈം ധാരയാണ്. അപ്പം അതിന് ബാലൻസ് ഔട്ട് ചെയ്യണ്ടേ. അപ്പോൾ ആയുർവേദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പണ്ട് പഴമക്കാരൊക്കെ ഈ എരിക്കിൻ്റെ പൂവ്, ഇല, എരിക്കിൻ്റെ സമിത്തെന്ന് പറയും, ആ കമ്പില്ലേ, ആ സ്റ്റെം, അത് കത്തിക്കുന്ന പുക ശ്വസിക്കുന്നത് നന്നായിരിക്കും. ഇനിയിപ്പോൾ പുക എന്ന് പറയുമ്പോൾ അതിൽ കൊണ്ട് മൂക്ക് വെക്കരുത്. അത് റൂമിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് അതൊന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു പ്രതിവിധിയാണ്. ഈ നീർക്കെട്ട് സംബന്ധമായ, അല്ലെങ്കിൽ ശ്വാസകോശ തടസ്സ സംബന്ധമായ കാര്യങ്ങളൊക്കെ ആ ഒരു സ്മെല്ല് എടുക്കുന്നത് വളരെ നല്ലതാണ്, അതിൻ്റെ ഗുണമാണ്. ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ശിവന് എരിക്കിൻ്റെ പൂ കൊണ്ട് അർച്ചിച്ച് അതിലെ ശാസ്ത്രീയത, ഇല്ലെങ്കിൽ അതിൻ്റെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഗണപതിക്ക് കറുക എന്ന് പറയുന്നില്ലേ. ഈ കറുക, ഈ പൂച്ച കറുക കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല അല്ലേ? വയറുവേദന വന്നു കഴിഞ്ഞാൽ പൂച്ച കറുക കഴിക്കും. അത് പോയി നേരെ കണ്ടുപിടിച്ച് അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇത് ഇന്നത് കഴിക്കണം എന്നുള്ളത്. ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരുന്നു? ഇല്ല. നേച്ചറാണ്, പ്രകൃതിയാണ്. അപ്പോൾ ഈ കറുക നല്ലൊരു മരുന്നാണ്. അപ്പോൾ ആ മരുന്നും കൂടി നമ്മൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളാതെ ഈ ഗണപതിക്ക് കറുക കൊണ്ട് അർച്ചിച്ചു കൊണ്ടേ നമ്മൾ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രീയ വശങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിലേക്ക് ഒരുപാട് റിസർച്ചും ആവശ്യമാണ്. അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇതിനെ ഏത് ദൃഷ്ടിയോടുകൂടി കാണണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വലിയ ഒരു ചാലഞ്ച്, കാഴ്ചപ്പാട്. കാരണം ഇന്ന് ഞാൻ ഇതിനെ നന്നായിട്ട് കാണും, ഇതിനെ നന്നായിട്ട് കാണില്ല എന്നുള്ള എൻ്റെ ഒരു മാനസിക അവസ്ഥയാണ്. ഇന്നതിനെ ഞാൻ എൻ്റെ ദൃഷ്ടി കൊണ്ട് ഇത് നല്ലതെന്ന് ഞാൻ പറയും. ഇത് ഞാൻ കണ്ടില്ലെങ്കിൽ കൂടി അതിനെ ഓൾറെഡി ഫ്രെയിംഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഇതിങ്ങനെയാണ്, ഇങ്ങനെ പറയാവൂ, മുൻവിധിയാണ്. അങ്ങനെ പോവുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. 7.5 ശനി കഴിയാറായ രാശിക്കാരാണല്ലോ ഈ കുംഭൻ രാശിക്കാർ. അവരുടെ ഈ 2026 എങ്ങനെയായിരിക്കും? 2026 7.5 ശനി അവർക്ക് തീരില്ല. 2027 ആദ്യ പകുതിയോടുകൂടി 7.5 ശനി തീരും. എന്നിരുന്നാലും ഒരു ഫെയ്ഡിങ് ഔട്ടാണ്, തീരാറായല്ലോ. തീർച്ചയായിട്ടും ക്ലേശങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടെങ്കിലും കാര്യത്തിനൊക്കെ തടസ്സമുണ്ട്. ഇത് പറഞ്ഞില്ല, കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം 3, 4 പാദം, ചതയം, പുരുരുട്ടാതി,
ഒന്നാം പാദം, രണ്ടാം പാദം, മൂന്നാം പാദം. ഇതാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് പൊതുവെ ഈ കേസ്, വഴക്ക് ഇത്യാദികൾ അതിലൊക്കെ നഷ്ടമുണ്ടാകുന്ന ഒരു സമയമാണ്, ഇല്ലെങ്കിൽ അത് ഡിലേ ആയി പോവാൻ സാധ്യതയുള്ള സമയമാണ്. ഇതിലൊന്നും പെടാതിരിക്കാനൊന്ന് നോക്കിയാൽ നന്നായിരിക്കും. എന്തിനാണ് ഇപ്പോൾ ഈ വഴക്ക് എന്ന് പറയുന്നത്, അതിൽ നിന്ന് തുടങ്ങി പിന്നെ മുന്നോട്ട് പോകുന്നതാണല്ലോ. അങ്ങനെ അത് കുറയ്ക്കുവാനുള്ള ശ്രമം നടത്തുന്നത് അഭികാമ്യമാണ്. കുടുംബത്തിലുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ വലുതാക്കാതെ ഇരിക്കുക. കാരണം ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ 7.5 ശനി അങ്ങ് തീരും. ഇതൊരു ലേണിംഗ് ഫേസ് ആണെന്ന് ആദ്യമേ പറഞ്ഞു. 7.5 ശനി എന്ന് പറയുമ്പോൾ 7.5 കൊല്ലം മനുഷ്യൻ പഠിക്കുന്നു, നല്ലവണ്ണം പഠിക്കുന്നു. കഷ്ടപ്പെട്ട സാഹചര്യം, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ മനുഷ്യൻ ജീവിക്കാൻ പഠിക്കുകയാണ് 7.5 ശനി. അങ്ങനെ അത് ദോഷം എന്ന് കാണാതെ നമ്മൾ പഠിക്കുന്ന കാലഘട്ടം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ചായി അവിടെ. പിന്നെ ശനിയെ കുറ്റം പറയണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഈ ലാസ്റ്റ് ഒരു 1-1.5 കൊല്ലം കൂടി ബാക്കിയുണ്ട്, 1.25 വർഷം കൂടിയുണ്ട്. അതൊരു ഫെയ്ഡിങ് എവേ ടൈമാണ്. അപ്പോൾ ഒരു സമാധാനത്തോടു കൂടി ഈ വർഷം നീക്കിക്കഴിഞ്ഞാൽ 7.5 ശനി തീർന്നു. പിന്നെ ഗുണകരമായ കാലഘട്ടത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കും. പിന്നെ നേത്രരോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. ഫാമിലിയിൽ ആ ഹിസ്റ്ററിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം ഒന്ന് ചെക്കപ്പ് ഒക്കെ നടത്തുക. നേത്രരോഗത്തിന് സാധ്യതയുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. വളരെ കരുതലോടെ ഇരിക്കേണ്ട ഒരു പീരീഡാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും അവര് വളരെ കരുതലോട് തന്നെ ക്ഷേത്ര ദർശനവും വ്രതങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ശനിയാഴ്ച മുമ്പ് പറഞ്ഞതുപോലെ ശനിയാഴ്ച വ്രതം ഇരിക്കാം, ശിവനെ ഭജിക്കാം, ശിവക്ഷേത്രത്തിൽ നിർമാല്യം മുതലായവ നടത്താം, ശിവനെ ധാര കഴിപ്പിക്കാം. എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. നാമജപങ്ങളിൽ വിഷ്ണു സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടോത്തരം, കനകധാരാ സ്തോത്രം ഇവയൊക്കെ ജപിക്കാം. കുംഭക്കൂറുകാർക്ക് ഒരു കാര്യം കൂടി, ആദിത്യ ഹൃദയം വളരെയേറെ ഗുണം ചെയ്യും. ഇവർക്കൊരു നിവൃത്തിക്ക് വേണ്ടി, സൊല്യൂഷന് വേണ്ടിയിട്ട് ആദിത്യനെ ഭജിക്കുന്നത് നന്നാവും ഈ കൂറുകാർ. ശനീശ്വരനെ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യണ്ട? 7.5 ശനി എന്ന് പറയുമ്പോൾ അതിലത് വരത്തില്ല. നല്ലൊരു ചോദ്യമാണ്. ശനൈശ്വര അഷ്ടോത്തരം ജപിക്കാം. ശനിയാഴ്ചകളിൽ വ്രതം ഇരിക്കുന്നത് തന്നെ വളരെ ഗുണകരമാണ്. ശനിയാണ് ഈ ദേവതകളെയൊക്കെ കാണിച്ചു തരുന്നത്. അതായത് കാണിച്ചു തരികയാണ്, ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഗ്രഹം, ഗ്രഹദേവത, അധിദേവത, പ്രത്യധിദേവത എന്നിങ്ങനെ ഒരു 4 വിഭാഗമുണ്ട്. ഇതെല്ലാം സർവ്വസാധാരണമായിട്ട് നമുക്ക് ഏവർക്കും അറിയാമായിരുന്ന കാര്യങ്ങളാണ് ഒരു 50 വർഷം മുമ്പ് വരെ. പിന്നെ അത് ലോപിച്ചു തുടങ്ങി. അപ്പോൾ ഈ ശനൈശ്വരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഓടുകയാണ്. ഈ ശനൈശ്ചരഹ, യശ് ശനൈശ്ചരതി സ ശനൈശ്ചരഹ. അതായത് ഈ സഹജമായ ധൈര്യമുള്ളവൻ എന്നുള്ളതാണ് ആ പദത്തെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്ന് ശനി എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ ദോഷമാണ് എന്നുള്ള ആ ഒരു തലത്തിലേക്ക് വ്യാഖ്യാനമൊക്കെ പോയി കഴിഞ്ഞു. ഒരു പദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ നമ്മൾ ആ ധൈര്യത്തെ വേണം കൂട്ടുപിടിക്കാനായിട്ട്. അങ്ങനെയാണ് ശനൈശ്ചരഹ എന്നാണ്, ശനൈശ്ചരഹ എന്നാണ് ആ വാക്ക് തന്നെ. അത് മാറി, അത് പോട്ടെ. അപ്പോൾ ശനൈശ്വര അഷ്ടോത്തരം നമുക്ക് ജപിക്കാം. തീർച്ചയായിട്ടും ഗ്രഹദേവതാ പ്രീതിക്ക് അത് കാരണമാകും. കഴിയുമെങ്കിൽ നിത്യം ജപിക്കാം, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ശനിയാഴ്ച എങ്കിലും ചെയ്തു പോരുന്നത് നന്നായിരിക്കും. അവസാനത്തെ രാശിയാണല്ലോ മീനം രാശി. മീനം രാശിക്കാർക്ക് 2026 എന്തായിരിക്കും? മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുരുരുട്ടാതി, 4-ാം പാദം, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് 7.5 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2.5 വർഷം കഴിഞ്ഞു, നടുവിലത്തെ 2.5 വർഷം ജന്മശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2.5 കൊല്ലം കൂടിയുണ്ട്, 2.5 അല്ല 3.5 കൊല്ലം കൂടിയുണ്ട്. അപ്പോൾ 2026 മുഴുവനും ഇങ്ങനെ ജന്മശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. കാര്യങ്ങൾക്ക് തടസ്സമുള്ള ഒരു കാലഘട്ടം പറയാം. സ്വജന വിരഹം, സ്വന്തം ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക ഇത്യാദികളൊക്കെ നമുക്ക് ചിന്തിക്കുവാൻ പറ്റും. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിയമ നടപടികളാണല്ലോ, അതിലൊന്നും പെടാതെ സൂക്ഷിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും. സമയത്ത് ഇവർക്ക് ഇപ്പോൾ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. പൊതുവേ ഇപ്പോൾ ഈ രേവതി നക്ഷത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വേണം, അന്നേ ദിവസം കഴിഞ്ഞ് പോകണമെങ്കിൽ വഴിയെ പോകുന്ന ഒരു പ്രശ്നം അവർക്ക് സോൾവ് ചെയ്താൽ മാത്രമേ അന്നത്തെ ദിവസം പോവുള്ളൂ. അപ്പോൾ അതിനിപ്പോൾ 7.5 ശനിയും കൂടി ആയാൽ പറയേണ്ട കാര്യമില്ലല്ലോ. രണ്ടാമത്തെ പകുതി ചിന്തിക്കുകയാണെങ്കിൽ ഗുണകരമായ കാലഘട്ടമാണ്. വ്യാഴം 5-ൽ സഞ്ചരിക്കുന്നു.
കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ട്, ലാഭങ്ങളുണ്ട്, കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡായിട്ട് നടക്കും. അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിട്ട് നമുക്ക് മീനൻ രാശിയെ ഈ 2026 നമുക്ക് കണക്കിലാക്കാൻ പറ്റും. ഈ മീനൻ രാശിക്കാരപ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അനുഷ്ഠിക്കേണ്ട വ്രതങ്ങള്, ദർശനം നടത്തേണ്ട അമ്പലങ്ങള്, അതൊക്കെ തീർച്ചയായിട്ടും 7.5 ശനി കാലഘട്ടമാണ്. ഇവർ ശാസ്താവിനെയും ശിവനെയും ഭജിക്കുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി. ശനിയാഴ്ച തോറും വ്രതമിരിക്കുക, കൂടുതലും ഗുണം ചെയ്യുക. പൊതുവെ ഈ ഒരു നിർമ്മാല്യ ദർശനം പോലെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്ത് ക്ഷേത്രങ്ങളിൽ പോയി ഇരുന്ന് കുറച്ചു നേരം ഒന്ന് മനസമാധാനത്തോടു കൂടി ഇരുന്ന്, മൊബൈൽ വീട്ടിൽ വെച്ചിട്ട് പോകണം, സമാധാനമായിട്ടിരുന്ന് ഒരു 10 മിനിറ്റ് നാമജപം, നമശിവായ പഞ്ചാക്ഷരി ജപിക്കുക. അതൊരു വലിയ കാര്യമാണ്. ഒരു മാലയോ അല്ലെങ്കിൽ കയ്യിൽ എണ്ണം പിടിക്കാം, ഇല്ലെങ്കിൽ ഒരു മാല വാങ്ങിച്ചിട്ട് ഒരു 2 മാല, രാവിലെ ഒരു മാല, വൈകിട്ട് ഒരു മാല നമശിവായ ജപിക്കാം. ഈസി ആയിട്ട് ഒരു പരിഹാരമാണ്. 1 രൂപ ചെലവില്ലാത്ത കാര്യമാണ്. അങ്ങനെ അവർക്കത് ചെയ്യാം. പിന്നെ നമുക്ക് കാളി ഭജനം, അതായത് ദേവി ഭജനം. ഇനിയിപ്പോൾ ദുർഗയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ദുർഗ ലളിതാ സഹസ്രനാമം ജപിക്കാം. എന്നിങ്ങനെ കുറേ പരിഹാരങ്ങൾ നമുക്ക് സ്വയമേവ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. 7.5 ശനിക്ക് പൊതുവെ ഇപ്പോൾ, അതായത് ആ കാര്യം കൂടി പറയാമല്ലോ, 7.5 ശനി കുംഭക്കൂറുകാർ, മീനക്കൂറുകാർ, മേടക്കൂറുകാർ. മേടക്കൂറിന് 7.5 ശനി തുടങ്ങി. 7.5 ശനിക്ക് ലളിതമായ ഒരു പരിഹാരം, ഇല്ലെങ്കിൽ നല്ല ഫലപ്രദമായ പരിഹാരം, നീചാനാമ അന്നദാനം ച ആർത്തിശാന്തയെ എന്ന് പറയുന്നുണ്ട്. നീച ജനങ്ങൾക്ക് അന്നദാനം നൽകുക. ഇവിടെ അന്നദാനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഒരു 100 രൂപ റെസിപ്റ്റ് കട്ട് ചെയ്ത് അന്നദാനം ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ അന്നദാനം കഴിക്കുന്ന 3/4 ഭാഗവും പ്രമാണിമാരാണ്, അറിയാമല്ലോ. അപ്പോൾ നീചാനാം അന്നദാനം ച, അപ്പോൾ വളരെ പാവപ്പെട്ടവർക്ക്, ഭക്ഷണം ഇല്ലാതെ അലഞ്ഞു തിരിയുന്ന ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ഏറ്റവും എന്താ പറയുക, അത്യുത്തമമായ ഒരു പരിഹാരമാണ് 7.5 ശനി, കണ്ടക ശനി, ജന്മശനി, അഷ്ടമശനി. ശനിന്നെടുത്താൽ തന്നെ നിങ്ങൾ ദാനം ചെയ്യുക, അന്നദാനം ചെയ്യുക. സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. വീട്ടിൽ ഭക്ഷണം ചെയ്ത് അത് ഒരു പൊതിച്ചോറ് പോലെ പൊതിഞ്ഞ് അവരുടെ കയ്യിലേക്ക് എത്തിക്കുക. അത് ആത്മതൃപ്തിയും കൂടിയാണ്. നമ്മളെ കണ്ട് നമ്മളുടെ മക്കളും പഠിക്കും, അതൊരു നല്ല ശീലവും ആകും എന്നുള്ളതാണ് ഇതിലെ വസ്തുത. അതുകൊണ്ട് ശനി എന്ന് കേട്ടാൽ ദാനം എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ മാത്രം മതി, വളരെയധികം ഗുണമുണ്ടാകും. ഒരു കാര്യം കൂടി, ഈ ശനി ഇല്ലെങ്കിൽ ശനി ദോഷകാലഘട്ടം ആകുന്ന ഒരു സമയം, ഇല്ലെങ്കിൽ ജാതകത്തിലെ ശനിയുടെ സ്ഥിതിയൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ ഈ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെയൊക്കെ കുറവ് ഈ ഗ്രഹത്തെ കൊണ്ടാണ് ചിന്തിക്കാറ്. ഗ്രഹങ്ങളെല്ലാം സൂചിപ്പിക്കുന്നതാണല്ലോ, ചിന്തിക്കാറ്. അങ്ങനെ ഈ ശനി എന്ന് പറയുമ്പോൾ എള്ള് എന്നായി, നീരാഞ്ജനമാണ് കത്തിക്കുന്നത് ശാസ്താവിൻ്റെ മുമ്പിലോ ശനി. അപ്പോൾ ഈ എള്ളിൽ നിന്ന് വരുന്ന പുക നമ്മളറിയാതെ ശ്വസിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ശനിക്ഷേത്രത്തിൽ പോകുന്നു, ഇല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകുന്നു, അവിടെയെല്ലാം എള്ള് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നാം അറിയാതെ അവിടെയുള്ളതെല്ലാം ശ്വസിച്ച് മൂക്ക് വഴി അകത്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. സ്ത്രീകളെ വിളക്ക് കത്തിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെയും വിളക്കിനെയും ചേർത്ത് വെച്ചിട്ടുണ്ട്, ശരിയല്ലേ? വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു സ്ത്രീ ആയിരിക്കും, ആ വീട്ടിലെ സ്ത്രീ ആയിരിക്കും ആ വിളക്ക് എടുത്തുകൊണ്ട് വരിക. അപ്പം അത് മനസ്സിൽ അത് ടാഗായി കഴിഞ്ഞു. പുരുഷന്മാർക്ക് തീർച്ചയായിട്ടും പുരുഷന്മാർ വിളക്ക് കത്തിച്ചാൽ വിളക്ക് കത്തും. പക്ഷെ എന്തുകൊണ്ട്? സ്ത്രീക്ക് ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പണ്ട് മുതലേ ഒരു സിസ്റ്റം ഡെവലപ്പായി ഈ സ്ത്രീയെയും വിളക്കിനെയും ചേർത്ത് വെച്ചു. വിളക്കിൽ ഒഴിക്കുന്നത് നല്ലെണ്ണയാണ്. എണ്ണയുടെ ഗുണമാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. ഒരു കത്തുന്ന വസ്തു അവിടെ എണ്ണയാണ്. ആ നല്ലെണ്ണ എന്നുള്ളത് എള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതാണ്. ആ എള്ള് സ്ത്രീക്ക് വളരെ അത്യാവശ്യമുള്ളതായതുകൊണ്ട് അരമണിക്കൂർ സന്ധ്യാനാമം വിളക്ക് കത്തിച്ച് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ഇവർ സന്ധ്യാനാമം ചൊല്ലുന്നു. ഇവരുടെ മനസ്സ് എവിടെയായാലും ശരി അതിൻ്റെ അടുത്തുള്ള വായു ശ്വസിച്ചല്ലേ പറ്റൂ. അപ്പോൾ എള്ളിൻ്റെ ഗുണം സ്വതവേ അകത്ത് പോവുകയാണ്. ഇത് ഒരു ദിവസമല്ല, ജീവിതത്തിൽ മുഴുവനും ചിന്തിക്കണം. അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ പറയുകയാണ് എള്ളിൻ്റെ ഗുണം കിട്ടും എന്ന് പറഞ്ഞാൽ, ഞാൻ എള്ളുണ്ട കഴിച്ചോളാം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കും, മാസത്തിൽ ഒരിക്കൽ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. പക്ഷെ അതിനെ ഒരു ഡിവിനിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ആചാര അനുഷ്ഠാനമാക്കി ഒരു ശീലത്തിലൂടെ നിങ്ങളിലേക്ക് ബിൽഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് ഇറങ്ങിപ്പോവില്ല. എത്ര വൈകാരിക ആയാലും നമ്മളൊന്ന് ശ്രമിക്കും. വിളക്ക് കത്തിക്കണം,
രാമനാമമെങ്കിലും ജപിക്കണം എന്നുള്ള തോന്നലോടുകൂടി നമ്മൾ എണീറ്റ് പോകും. അന്നും ആ ഗുണം കിട്ടും. എള്ളിൻ്റെ ഗുണം നമ്മൾ നോക്കുന്നു, സയൻസിലൂടെ പഠിക്കുകയാണ്. ഒരുപാട് സിങ്ക് ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എള്ളുണ്ട കഴിക്കും എന്ന് പറഞ്ഞാൽ എത്ര ദിവസം മനുഷ്യൻ കഴിക്കും? ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ഡിവിനിറ്റി ഇല്ലെങ്കിൽ ആ ഒരു റൊട്ടീനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക അതിനെക്കുറിച്ച്. മുമ്പൊക്കെ അഭ്യംഗ സ്നാനമുണ്ട്, ചൊവ്വയും വെള്ളിയും സ്ത്രീകൾ എണ്ണ തേച്ച് കുളിക്കുക, അസുഖമില്ല. പക്ഷേ ഇന്ന് ആരാണ് എണ്ണ തേക്കുന്നത്? ജോലിക്ക് പോകണം, എന്ത് ചിന്തിച്ചാലും ജോലിക്ക് പോകണം, കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാണ്, ആ ഒരു സ്റ്റൈലിലേക്ക് പോയി എണ്ണ എന്നുള്ള വസ്തുത നമ്മൾ മറന്നു കഴിഞ്ഞു. നല്ലെണ്ണ വെളിച്ചെണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ അസുഖമില്ല. ഇന്ന് ഹോസ്പിറ്റലിലുള്ള പരസ്യമാണ്. ഹോസ്പിറ്റലിൽ എന്തിനാണ് പരസ്യം? ആരോഗ്യത്തിന് ആണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. ആരോഗ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ വേണ്ട, ഹോസ്പിറ്റലിലേക്ക് വരരുത്. ഓരോ ഡോക്ടറുടെയും പ്രാർത്ഥന അതാവണം. അതാണ് സത്യം പറഞ്ഞാൽ. നല്ല ഡോക്ടറെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് രോഗി വരരുതേ എന്നുള്ളതാണല്ലോ. അതായത് ഇവിടെ പറഞ്ഞു വന്നത് എള്ള് ആവശ്യമാണെന്നും എള്ളിൻ്റെ ഗുണം കൂടുതൽ ആവശ്യം സ്ത്രീകൾക്കാണെന്നും ആയതിനാൽ അവരെ വിളക്കുമായിട്ട് ബന്ധിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് കണക്റ്റഡ് വിഷയങ്ങൾ കൂടി ഇതിനകത്തുണ്ട് എന്ന് ഷെയർ ചെയ്യുന്നു. ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും നമ്മൾ പൊതുവായി പറഞ്ഞ കാര്യം ശീലമാണ്. നമ്മൾ 2026 കടക്കുമ്പോൾ പൊതുവായി പറയേണ്ട ശീലങ്ങൾ, നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയ വശങ്ങൾ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പറയാം. തീർച്ചയായിട്ടും മൈക്കുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കാമല്ലോ. മൈക്കുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഇന്ന് 2026 നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഈ ഇതിനെക്കുറിച്ചാണ്, ഈ ഹാബിറ്റ് ക്രിയേഷൻ, എന്താ പറയുക, റെസൊല്യൂഷൻസ് അങ്ങനെയാണല്ലോ പറയുന്നത്. അതെല്ലാം നല്ലത് തന്നെയാണ്. 2026 എനിക്ക് പറയാൻ തോന്നുന്നത് ഇപ്പോൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, രാവിലെ നമ്മൾ എഴുന്നേറ്റ ശേഷമുള്ള 10 മിനിറ്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഇല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ആ ഒരു 10 മിനിറ്റ്. രാവിലെ എണീറ്റ ഉടനെ ദയവ് ചെയ്ത് മൊബൈൽ നോക്കരുത്. ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ ശേഷം ഒരു 10 മിനിറ്റ് മനസ്സിനോട് നമ്മൾ തന്നെ പറയണം, ഞാൻ പറയുന്നത് മനസ്സെ നീ ചെയ്താൽ മതി എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യും, ഒന്നും ചെയ്യാറില്ല. ജനുവരി 4-ാം തീയതി 5-ാം തീയതി ആകുമ്പം ആ റെസൊല്യൂഷനൊക്കെ തട്ടിൻ പുറത്താവും. ഇതാണ് സ്ഥിതി പൊതുവേ ഉള്ള. അത് എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പം ഞാനൊന്നും വിഭിന്നനൊന്നുമല്ല, നമ്മളെല്ലാം ഒരേ ബോട്ടിലെ യാത്രക്കാരാണ്. താങ്കൾ വടക്ക് ഭാഗത്തിരിക്കുന്നു, ഞാൻ തെക്ക് ഭാഗത്തിരിക്കുന്നു, തമ്മിൽ കണ്ടിട്ടില്ല, എത്രയേ ഉള്ളൂ, ഒരു കേമത്വവും ഇല്ല. അപ്പോൾ നമ്മൾ കാരണം മനസ്സാണ് പറയുന്നത്. എഴുന്നേൽക്കുമ്പോൾ പറയും 5 മിനിറ്റ് കൂടെ ഉറങ്ങൂ എന്ന് മനസ്സ് പറയും, വീണ്ടും കിടക്കും. ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഈ മനസ്സിനോട് നമ്മൾ ആജ്ഞാപിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു വ്രതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വ്രതം എന്നുള്ളത് മനസ്സിനെ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ, ശരീരത്തെ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്, ഒരു പ്രയത്നമാണ് ഓരോ വ്രതവും. അതുപോലെ നമ്മൾ മനസ്സിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യും, ഞാൻ കാണിക്കുന്ന വഴിയിൽ നീ പോകണം, അല്ലെങ്കിൽ എൻ്റെ വരുതിയിൽ നിൽക്കണം എന്ന് മനസ്സിനോട് ആജ്ഞാപിച്ച് ആ ഒരു ശീലത്തെ കൊണ്ടുവരിക. ആ ഒരു 10 മിനിറ്റ് അതിന് പ്രാണായാമം ഗുണം ചെയ്യും. ആ ഒരു 10 മിനിറ്റ് ഒരു പ്രാണായാമം ചെയ്യുക. ഇന്ന് യൂട്യൂബിലെല്ലാം ലഭ്യമാണ്. അത് ശീലിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും അത് വളരെ നല്ല ഒരു കാര്യം. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, രാവിലെ എഴുന്നേറ്റ ഉടനെ ചൂടുവെള്ളത്തിൽ തേൻ. കാരണം ഈ തേൻ എന്ന് പറയുന്നത് ബ്ലഡിന് സമാനമാണ്, രക്തത്തിന് സമാനമായിട്ടുള്ള വസ്തുവാണ് തേൻ. അത് പണ്ട് നമ്മുടെ എന്താ പറയുക, സദ്യവട്ടങ്ങളിലെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. അവസാനം നമ്മൾ തേൻ കുടിക്കുമായിരുന്നു. തേനൊന്നും ഇന്നില്ല നമുക്ക് ഇന്ന് സുപരിചിതമായതെല്ലാം വൈറ്റ് ഷുഗർ അതുപോലെയുള്ള വസ്തുക്കളാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് അവിടെ നിൽക്കട്ടെ. തേൻ ചൂടുവെള്ളത്തിൽ കലർത്തി മിക്സ് ചെയ്ത ശേഷം അത് കുടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സെറ്റപ്പ്. ഒരു മാസം ചെയ്യുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ആരോഗ്യം, അവരുടെ ആരോഗ്യം ഇംപ്രൂവ് ആകും എന്നുള്ളതാണ്. കുടിക്കുമ്പോൾ ഒരു കാര്യം, നമ്മൾ ഈ കുക്കുടാസനത്തിൽ ഇരുന്നിട്ടാണ് അത് കുടിക്കേണ്ടത്. അത് വലിയൊരു കാര്യമൊന്നും അല്ല, അങ്ങനെ കാണണ്ട. ഈ കുക്കുടാസനം എന്ന് പറയുന്നത് ഇന്ത്യൻ ടോയ്ലറ്റിൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന് ശീലിക്കുന്നില്ല. മുട്ടുവേദന വന്നു തുടങ്ങി, മുട്ടുവേദന വന്നു, നടുവേദന വന്നു, നമ്മൾ അറിയാതെ തന്നെ ആ ശീലം ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ ക്ലോസറ്റാണ്, ആരുടെടുത്തും യോഗ ചെയ്യണമെന്ന് പറയണ്ട, വേണമെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ മതി, ആരും യോഗ ചെയ്യണ്ട. പക്ഷെ യോഗ ചെയ്തിരിക്കും. കുക്കുടാസനത്തിൽ ഇല്ലാതെ അവൻ 2 മിനിറ്റ് ഒരു ദിവസം ഇരുന്നിരിക്കും. അത് നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരുന്നു. ഇന്ന് അത് വെസ്റ്റേൺ ക്ലോസറ്റായി മാറി.
മുട്ടുവേദന വന്നു. ഇതെല്ലാം വന്ന ശേഷം രാഹു ആണോ ശനിയാണോ കേതുവാണോ പ്രശ്നം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ശീലത്തിൽ നിന്നാണ് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഡൈനിങ് ടേബിൾ വന്നു, തറയിലിരുന്ന് സുഖാസനത്തിലിരുന്നു കൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നു, സുഖമായിട്ട് വണ്ടി ഓടി, ഡൈനിങ് ടേബിളായി. ഡൈനിങ് ടേബിളും വെസ്റ്റേൺ ടോയ്ലറ്റുമാണ് ഇന്നത്തെ പ്രധാന വില്ലൻ. അത് മാറ്റാനൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ പ്രായോഗികമായത് രാവിലെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ കുക്കുടാസനത്തിൽ ഇരുന്നു കൊണ്ട് കുടിക്കുവാനായിട്ട് ശ്രമിക്കുക. അത് ഗട്ട് ഹെൽത്തിന് വളരെ ഗുണകരമാണ്. ഈ ഒരു 2 വിഷയം മാത്രം നമുക്ക് എടുക്കാം. കാരണം കൂടുതലായിട്ട് ഉപദേശം ഒരു 1000 എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ 1000 ഗുരുക്കന്മാർക്ക് ഒരു ശിഷ്യനേ ഉള്ളൂ. ഒരു മുമ്പത്തെ കാലഘട്ടം 1000 ശിഷ്യന്മാർക്ക് ഒരു ഗുരു, അതായിരുന്നു റേഷ്യോ. ഇന്ന് എല്ലാവരും ഗുരുക്കന്മാരാണ്. ആയതിനാൽ ഇതൊരു ഷെയറായിട്ട് കണ്ടാൽ മതി, അല്ലാതെ ഗുരു ആകാനൊന്നും യോഗ്യതയില്ല. എന്തായാലും ഇത്രയും നേരം പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും വളരെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് വളരെ നന്ദി. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. നമസ്കാരം.